പക്ഷേ താഴെയിടുമ്പോൾ പ്രവാചകനാണ് എന്ന് തെളിയിപ്പിക്കുന്നതിനുള്ള തെളിവ് രേഖയായിക്കൊണ്ട് അത് എന്തായി മാറുന്നു? സർപ്പമായി മാറുന്നു, പാമ്പായി മാറുന്നു. ഇത് ആണ് മുഅ്ജിസത്ത്. ഈ മുഅ്ജിസത്ത് ആർക്കും സാധ്യമാവുന്നതല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ച് അള്ളാഹു പറയുമ്പോൾ അത് ചെയ്യുമ്പോൾ അത് സർപ്പമാക്കി മാറ്റുക എന്നുള്ളത് അഭൗതികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമാണ്. ഇവിടുത്തെ ഭൗതിക കാര്യകാരണ ബന്ധങ്ങളിലൂടെ അതുണ്ടാകുന്നതല്ല. അപ്പോൾ അതെന്താണ്? മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് മാത്രമേ അത് മൂസ നബി അലൈഹി ഇസ്ലാമിനും കഴിയും, എനിക്കും കഴിയും, നിങ്ങൾക്കൊക്കെ കഴിയും വഴി താഴെയിടുക എന്നുള്ളത്. പക്ഷെ ഞാനതിട്ടാൽ അല്ലെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരത് തറയിലിട്ടാൽ സർപ്പമായി മാറുന്നില്ല. മൂസ നബി അലൈഹി ഇസ്ലാം അതിടുമ്പോൾ സർപ്പമായി മാറുന്നു. അതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത്, ഇത്തരം മുഅ്ജിസത്തുകൾ, കറാമത്തുകൾ ഇത് മാത്രമാണ് അഭൗതിക മാർഗത്തിലൂടെ ഈ ലോകത്ത് പ്രകടമാകുന്നത്. എന്നല്ലാതെ അഭൗതിക കഴിവ് ഒരു സൃഷ്ടിക്കുമില്ല, അഭൗതികമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഇതാണ് ഇതിൻ്റെ മുഖവുരയായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ അഭൗതികമായ മാർഗത്തിൽ ഇത് നടക്കുന്നു പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി പറയുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് ഈ ഒരു വിഷയം പഠിപ്പിക്കാൻ വേണ്ടി എപ്പോഴാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാവുക, പ്രാർത്ഥനയാവുക, പ്രാർത്ഥന അല്ലാത്ത സഹായത്തേറ്റം എപ്പോൾ, പ്രാർത്ഥനയായ സഹായത്തേറ്റം എപ്പോൾ എന്നുള്ള വ്യത്യാസം അറിയിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം എഴുതിയപ്പോൾ അത് ചിലർ വിവാദമാക്കി. എന്നാൽ അത് ഓരോ വിഷയങ്ങളും ഓരോന്നിനെ കുറിച്ചും ദീർഘിച്ച് പറയേണ്ടി വരും. ഏതായാലും ഇരിക്കട്ടെ, ഒരു മുസ്ലിയാർ ഒരു ദിനപത്രത്തിലൂടെ ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതി. ആ അഭിപ്രായക്കുറിപ്പ് എഴുതിയത് പറഞ്ഞാൽ പൂർവികരായ മുഫസ്സിറുകൾ മുൻകാലത്തുള്ള നിർവചനങ്ങളിലേക്ക് തിരിച്ചു പോകണം. അങ്ങനെ തിരിച്ചു പോയാൽ ഇവിടുത്തെ അന്തരമൊക്കെ അവസാനിക്കും എന്നുള്ളതാണ് എഴുതിയത്. അങ്ങനെ പുതിയ നിർവചനങ്ങൾ നൽകിയാൽ ഈ മുജാഹിദ് വിഭാഗം ഈ ഇബാദത്തുകൾക്ക് പുതിയ നിർവചനം നൽകിയത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിലത് സമർത്ഥിച്ചു. അപ്പോൾ ഇത് തുടർ ലേഖനങ്ങൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. അതൊന്നും വിശദീകരിച്ച് പറയേണ്ട ഉദ്ദേശിച്ചിട്ടാണ് ഈ പുതിയ നിർവചനം പറഞ്ഞാൽ പൂർവികരായ പണ്ഡിതന്മാർ പറയാത്ത നിർവചനമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അപകടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ അപകടം വ്യക്തമാക്കുക. ആ അപകടം വ്യക്തമാക്കിയ കൂട്ടത്തിൽ ഒരു കാര്യം എന്താണ്? ഇവിടെ മലക്കുകൾക്കും ജിന്നുകൾക്കും അഭൗതിക കഴിവുകളുണ്ട്. ആ അഭൗതിക കഴിവുകൾ ഇവിടെ നടക്കുന്നില്ലേ? ആ അഭൗതിക കഴിവുകളിൽ വിശ്വസിച്ചാൽ അത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ശിർക്കാകേണ്ടതല്ലേ? അപ്പോൾ പുതിയ നിർവചനം അനുസരിച്ച് അത് ശിർക്കാവേണ്ടതല്ലേ എന്ന് ഉള്ള ഒരു സമർത്ഥനമാണ് ഉണ്ടായത്. ഇതിന് മറുപടിയായി ഇപ്പം കൊണ്ട് എഴുതിയതാണ്, പറയേണ്ടി വന്നതാണ്. ഈ ലോകത്ത് അഭൗതികമായിട്ടൊന്നും നടക്കുന്നില്ല, ഒരു സൃഷ്ടിയുടെ കഴിവും അഭൗതികമല്ല. പറഞ്ഞു വന്നത് അഭൗതിക കഴിവ് മറ്റ് സൃഷ്ടികൾക്കുണ്ട്. അപ്പോൾ അഭൗതികമായ മാർഗത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കുമ്പോഴാണ് ഇബാദത്താവുക, ആരാധനയാവുക. അപ്പോൾ അഭൗതികമായ ഇത് ഇവിടെ പലതും നടക്കുന്നില്ലേ, അതിൽ നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ആ നിലക്കും ഇത് ഇബാദത്താവണ്ടേ എന്ന് മുസ്ലിയാർ ഒരു പുതിയ തത്വമായി കണ്ടുപിടിച്ച് അവതരിപ്പിച്ചതാണ്. അദ്ദേഹം എഴുതുകയാണ്. തുടർന്ന് പത്രത്തിൽ എഴുതി, പത്രത്തിൽ മറുപടി കൊടുത്തു, പിന്നെ എഴുതി, പിന്നെ പത്രം പ്രസിദ്ധീകരിക്കാതായി. അദ്ദേഹം തുടർച്ചയായിട്ട് 4 തവണയായിട്ട് തുടരും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും അവസാനം ഇത് ഇനി ഈ വിഷയത്തിൽ അഭിപ്രായം സ്വീകരിക്കുന്നതല്ല എന്ന് പത്രം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് അതുണ്ടായത്. അപ്പോൾ അവിടെ അദ്ദേഹം പത്രത്തിൽ എഴുതിയ മലക്കുകൾക്ക് അഭൗതികമായ നിലയിൽ മനുഷ്യനെ സഹായിക്കാൻ കഴിയുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഒരു വാദം തെറ്റാണത്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അഭൗതിക കഴിവ് ഒരു സൃഷ്ടിക്കില്ല, കാര്യകാരണ ബന്ധാടിസ്ഥാനത്തിലേ സഹായിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇല്ലാത്തൊരു വിശ്വാസം മുസ്ലിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കലും അത് തെറ്റുമാകുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ട് ജിന്നുകൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ കാര്യകാരണ ബന്ധത്തിലൂടെ അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല പറഞ്ഞല്ലോ.
വലിയ തത്വം കറാമത്തും മാത്രമേ ഉള്ളൂ. മറ്റുള്ളതോ മറ്റൊരു പക്ഷേ മാജിക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടാവും. അതൊന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടല്ല. അതിൻ്റെ മെജിഷ്യൻ തന്നെ, അതിൻ്റെ ആളുകൾ തന്നെ ഇത് അഭൗതിക, ഇതിന് വസ്തുതയുണ്ട്. ഇവിടെ കാണിക്കുന്നത് സത്യമാണ്. കയ്യിലുള്ള കടലാസ് ഒരു പക്ഷേ പറവയായി പറന്നു എന്ന് വരും. അങ്ങനെ പറപ്പിക്കുമ്പോൾ ഇത് അങ്ങനെ നടത്തുന്നുണ്ട്, ഇത് വസ്തുതാപരമായി ഇത് ഉണ്ട് എന്ന് അവർ പ്രചരിപ്പിക്കുകയോ വാദിക്കുകയോ പറയുകയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ചില കൈകടുപ്പങ്ങളും മറച്ചു വെക്കാനുള്ള ചില കഴിവുകളുണ്ട്. ആ കഴിവിലാണ് അതുകൊണ്ട് മനുഷ്യൻ കണ്ടുകൊണ്ട് അത്ഭുതപ്പെടുന്നതും മനുഷ്യൻ അത് ദർശിക്കുന്നു. അന്നലക്ക് തന്നെ അതുള്ളൂ എന്നാണ് അവരും വാദിക്കുന്നതല്ല. എന്നല്ലാതെ വസ്തുതപരമായിട്ട് ഇതിവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് അവരും വാദിക്കുന്നില്ല. അങ്ങനെയല്ല വലിയ കറാമത്ത്. അപ്പോൾ അത് അഭൗതികമാണ്. അതേ സമയത്ത് ജിന്നുകൾക്കുള്ള കഴിവ് അതേ പ്രകാരം മലായികത്തിലുള്ള കഴിവ് അഭൗതികമാണോ? അല്ല. അതാ പറഞ്ഞത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. മുസ്ലിങ്ങൾ ജിന്നുകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടില്ല. മുസ്ലിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവ് പറഞ്ഞ എന്താണ്? സഖറിയ സലാഹി തന്നെ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജിന്നുകൾക്ക് മനുഷ്യ കഴിവിന് അതീതമായി ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. മനുഷ്യ കഴിവിന് അതീതമായി പല കഴിവുകളും ജിന്നുകൾക്കുണ്ട്. അദൃശ്യ ലോകത്ത് നിന്ന് ജിന്നുകൾ ചില വാർത്തകൾ കേൾക്കുമെന്നും അത് തന്നെ സേവിക്കുന്നവരായ മന്ത്രവാദികൾക്കും വെളിച്ചപ്പാടുകൾക്കും മറ്റും എത്തിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എഴുതിയതുകൊണ്ട് എന്തായി? അഭൗതിക കഴിവിൽ വിശ്വസിച്ചു. അത് അഭൗതിക കഴിവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ രേഖയാണോ? മനുഷ്യന് കഴിയാത്ത മനുഷ്യ കഴിവിന് അതീതമായ ചില കഴിവുകൾ ജിന്നുകൾക്കുണ്ട് എന്ന് എഴുതിയതുകൊണ്ട്. അപ്പൊ ആ വിഷയത്തിൽ അവിടെ അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടില്ല അഭൗതിക കഴിവുണ്ട് എന്ന്. ഇതിലെന്ത് എഴുതി? മനുഷ്യർക്ക് കഴിയാത്ത ചില കഴിവ് ജിന്നുകൾക്ക് ഉപരി ലോകത്തുനിന്ന് കട്ടുകെട്ട് തന്നെ സേവിക്കുന്ന മറ്റേ ജലസന്മാർക്ക് എത്തിച്ചു കൊടുക്കും എന്നുള്ള ആ വിഷയം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അഭൗതിക കഴിവുണ്ടെന്ന് അംഗീകരിക്കലായോ? അപ്പം ഇതൊക്കെയാണ് അഭൗതിക കഴിവായിക്കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നത്, അപ്പം ഇത് എഴുതിയത് എന്തിനാണ്? ജിന്നുകൾക്ക് അഭൗതിക കഴിവുണ്ടെന്നും മുജാഹിദികൾ അംഗീകരിക്കുന്നു. അപ്പം അഭൗതിക കഴിവിൽ വിശ്വസിക്കലാണ് എന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുകളിൽ വിശ്വസിക്കലാണ് പ്രാർത്ഥനാവും. അപ്പം അത് ശിർക്കാവും ഇബാദത്താവും. അപ്പം ഇങ്ങനെ വിശ്വസിച്ചാൽ ഇബാദത്താണ്ട്. അപ്പം ഇവരുടെ നിർവചനം അനുസരിച്ച് ജിന്നുകൾക്കും മലക്കുകൾക്കും എപ്പോഴും ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുന്നവരായി ആര്? മുജാഹിദുകൾ. എന്നായി വാസ്തവത്തിൽ ഈ ഒരു തെറ്റായ അടിസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ടുണ്ടാക്കിയിട്ട് അഭൗതിക കഴിവ് ഒരു സൃഷ്ടിക്കില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കിയില്ല. എന്നിട്ടോ ജിന്നുകളുടെ അഭൗതികമായ കഴിവിൽ വിശ്വസിക്കൽ ജിന്നുകൾക്ക് ഇബാദത്തല്ലേ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മുശ്രിക്കുകളുമല്ല. എന്നാൽ പുതിയ നിർവചനം അനുസരിച്ച് ജിന്നുകളുടെ ഈ കഴിവ് അംഗീകരിച്ചാൽ മുശ്രിക്കാകും. കാരണം അള്ളാഹുവോടൊപ്പം ജിന്നുകൾക്കും അഭൗതിക കഴിവുകളുണ്ടെന്ന് നാം വിശ്വസിച്ചു. അത് പുതിയ നിർവചനം അനുസരിച്ച് അഭൗതിക കഴിവിൽ വിശ്വസിച്ചപ്പോൾ ചുരുക്കായി. നമ്മളെന്ത് അഭൗതിക കഴിവിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ചുരുക്കാകുന്നില്ല. വാസ്തവത്തിൽ നിങ്ങൾ അഭൗതിക കഴിവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് അത് തെറ്റാണ്. ഒരു സൃഷ്ടിക്കും അഭൗതിക കഴിവില്ല. അതേസമയമോ ഇവർ വിശ്വസിക്കുന്നതോ തൗഹീദ് മനസ്സിലാക്കിയവർ വിശ്വസിക്കുന്നത് ഒരു സൃഷ്ടിക്കും അഭൗതിക കഴിവില്ല എന്നാകുന്നു മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്. ആ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താ പിന്നെ ഇവർക്കുള്ള കഴിവ്? അത് മനുഷ്യ കഴിവിന് അതീതമായ എന്നാ പറഞ്ഞത്. മനുഷ്യ കഴിവിന് അതീതമായ ചിലതൊക്കെ ചെയ്യാൻ ആർക്ക് കഴിയുന്നു? കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അഭൗതികോ എന്നല്ല പറഞ്ഞത്. മനുഷ്യന് കഴിയാത്തത് ചെയ്തു എന്നതുകൊണ്ട് അഭൗതികമാകുമോ? അല്ലെങ്കിൽ മനുഷ്യ കഴിവിന് അപ്പുറമുള്ള ചില കഴിവുകൾ ആർക്കുണ്ട്? ജിന്നുകൾക്കുണ്ട്. അല്ലെങ്കിൽ ജിന്നുകൾ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചത് കൊണ്ട് എന്താവണം? അഭൗതികാവോ? അതുകൊണ്ട് അഭൗതികമല്ല. അതുകൊണ്ട് അഭൗതിക കഴിവിൽ വിശ്വസിച്ചു എന്ന് പറയാനും പറ്റുകയില്ല. ഇത് തന്നെ. അപ്പോൾ ഇവിടെ പറ്റിയ തെറ്റെന്താണെന്നറിയോ? ഈ കഴിവൊക്കെ അഭൗതികമാണ് എന്ന് വിശ്വസിച്ചു. എന്നിട്ട് മുസ്ലിങ്ങൾ അങ്ങനെ അഭൗതിക കഴിവിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുകയും മുസ്ലിങ്ങളെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഒരു സൃഷ്ടിക്കും അഭൗതിക കഴിവില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തന്നെ ഇദ്ദേഹം ഇത് എഴുതിയ കാലത്ത് ഇദ്ദേഹത്തിന് മറുപടി എഴുതേണ്ടി വന്നതാണെന്ന് പറഞ്ഞല്ലോ. ഇത് തന്നെ ഈ ഒരു വിഷയമായിട്ട് പുസ്തകമായിട്ട് ഇറക്കി, പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം ഒരു പുസ്തകം ഈ വിഷയത്തിൽ പുസ്തകം പിന്നീട് എഴുതി.
ഒരു പക്ഷേ ഒരു കോലാഹലത്തിന് ശേഷം എഴുതപ്പെടുന്ന പുസ്തകം കൂടുതൽ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ അറിയില്ല. അത് തന്നെ ആവണമെന്നില്ല, ഒരു പക്ഷേ തെറ്റിദ്ധാരണയായിരിക്കാം, ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിലൂടെയും ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ ഉള്ളവൻ ആ വിഷയത്തിന് അഭൗതികമായ ഒരു കഴിവും ഇവിടെ ഒരു തെറ്റിക്കില്ല എന്ന് മറുപടി എഴുതിയത്. പക്ഷേ അന്ന് തന്നെ ഷബാബിൽ 26/2003 അക്കാലത്താണ് ഇദ്ദേഹം ഇത് എഴുതുന്നത്. 26/2003 ഇതേ വിഷയം ഇദ്ദേഹം എഴുതിയപ്പോൾ ഷബാബിലൂടെ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തു. എന്ത്? ഷബാബിലെ ഒരു ലേഖകൻ ആ ഷബാബിൻ്റെ ചോദ്യോത്തര പംക്തി കൈകാര്യം ചെയ്യുന്ന അതിൽ ആധികാരികമായി ആ വിഷയം എഴുതിയിട്ടുണ്ട്. ആ പണ്ഡിതനല്ല അദ്ദേഹം, അതിൻ്റെ വിഷയാധിഷ്ഠിതമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് വേറൊരാൾ ഇദ്ദേഹത്തിൻ്റെ വാദത്തിന് നിങ്ങളെ പഴയ നിർവചനം അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ശിർക്കൻ്റെ മുസ്ലിങ്ങളെ പേരിൽ ശിർക്ക് ആരോപിക്കുകയല്ലേ എന്ന ന്യായത്തിന് മറുപടി എഴുതിയപ്പോൾ ആ ഒരു ലേഖകൻ 26/2003 എവിടെ ഷബാബിൽ ഇതേ വിഷയത്തിനെ കുറിച്ച് മറുപടി കൊടുക്കുന്ന എന്താ? ജിന്നുകൾക്ക് അഭൗതിക കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങളാരും വിശ്വസിക്കുന്നില്ല. വാസ്തവത്തിൽ ആ എഴുതി മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങളാരും വിശ്വസിക്കുന്നില്ല എന്നെല്ലാവരും ശരി. ജിന്നുകൾക്ക് അഭൗതിക കഴിവില്ല, അങ്ങനെ ഒരു കഴിവിൽ വിശ്വസിക്കുന്നില്ല. ഒരു സൃഷ്ടിക്കും അഭൗതിക കഴിവില്ല എന്നായിരുന്നു അവിടെ എഴുതേണ്ടത്. പക്ഷേ അദ്ദേഹവും ഈ മുസ്ലിയാരെ പോലെ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഇവിടെ സൃഷ്ടികളുടെ മനുഷ്യന് കഴിയാത്ത ചില അദൃശ്യ ജീവികളുടെ കഴിവുകൾ മുഴുവനും അഭൗതികമാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കാം ഈ രൂപത്തിൽ മറുപടി പറഞ്ഞു. ഏത് രൂപത്തിൽ? ജിന്നുകൾക്ക് അഭൗതിക കഴിവുകളുണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങളാരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ കൊണ്ട് അങ്ങനെ വിശ്വസിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്ന്. അപ്പോൾ ആ എഴുതിയും തെറ്റാണ്. ഏതായാലും ഇരിക്കട്ടെ, ഇത് വന്നപ്പോൾ ഇങ്ങനെ എഴുതിയപ്പോൾ 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിൽ